ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ 7 നാളുകാർ തൊടുന്നതെല്ലാം പൊന്നാകും. ഭാഗ്യപ്പെരുമഴയാണ് ഇവരെ ഇനി കാത്തിരിക്കുവാൻ പോകുന്നത്. ഈ 7 നക്ഷത്രക്കാർക്ക് 55 വയസ്സുവരെ ഇനി അങ്ങോട്ട് ഉയർച്ച മാത്രമാണ്. ഈ നക്ഷത്രക്കാരിനി രാജയോഗത്താൽ ആറാടുവാൻ പോകുന്നു. ജൂൺ മാസത്തിന് തുടക്കമാകുമ്പോൾ നക്ഷത്രഫലമനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് രാജയോഗം വന്നു ചേരുന്നു. എന്നാൽ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈ രാജയോഗത്തിൽ തുള്ളിച്ചാടുവാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ അറിയാതെ തന്നെ സംഭവിക്കുന്ന നക്ഷത്രമാറ്റങ്ങൾ പലപ്പോഴും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. പൊതുവെയുള്ള രാശിമാറ്റവും നക്ഷത്രമാറ്റവും ഗ്രഹമാറ്റവുമെല്ലാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളരെയധികം നിറയ്ക്കുന്നതാണ്. പലപ്പോഴും ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് ജൂൺ മാസം. 27 നക്ഷത്രക്കാരിൽ 7 നക്ഷത്രക്കാർക്കാണ് മികച്ച നേട്ടങ്ങൾ സമ്മാനിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രായത്തെ പോലും പരിഗണിക്കാത്ത തരത്തിലുള്ള അനുകൂലമായ പല മാറ്റങ്ങളും ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് രാജയോഗ തുല്യമായ സർവൈശ്വര്യങ്ങളും ജൂൺ മാസത്തിൽ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത്. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും 2ാം ഭാവത്തിലെ സഞ്ചാരം നിങ്ങൾക്ക് ശുഭകരമായ പല ഫലങ്ങളും നൽകുന്നു. മാത്രമല്ല, നിങ്ങളുടെ സംസാരത്തിൽ തന്നെ ആളുകൾ വീണു പോകുകയും ചെയ്യും. അത്രയധികം പോസിറ്റീവ് മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുന്നത്. ഈ സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് മൂലം വളരെയധികം സൗഭാഗ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നത്. ജൂൺ മാസത്തിന്റെ ആദ്യം തന്നെ ചൊവ്വ അശ്വതി നക്ഷത്രത്തിൽ വരുന്നതോടെ ശുഭകരമായ ഫലങ്ങൾ വളരെയധികം വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങളുടെ താല്പര്യം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം ശക്തമാകുകയും ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മികച്ചതാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സ്ഥാനലബ്ധിയും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ കാര്യനിർവഹണ ശേഷി അഭിനന്ദിക്കപ്പെടും. വ്യാഴ ശുക്രന്മാർ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാവ്യാത്മകതയും ഔചിത്യത്തോടെ സംസാരിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രായോഗികമായ സമീപനം കൈക്കൊള്ളുവാനും കഴിവുണ്ടാകും. മാസാദ്യം തന്നെ ചൊവ്വ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ആത്മശക്തി വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. അതേസമയം സാഹസങ്ങളോട് വളരെയധികം താല്പര്യമേറാം. അതുപോലെ തന്നെ വൈകാരിക സമീപനങ്ങൾ കൈക്കൊള്ളുന്നതിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ ആദായം നിങ്ങൾക്ക് വന്നു ചേരും. സമൂഹത്തിൽ വളരെയധികം ഉയർച്ചയും സ്ഥാനലബ്ധിയും അധികാരമുള്ള ജോലിയും നിങ്ങൾക്ക് ലഭ്യമാകും. ആത്മീയമായ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളെയും കോർത്തിണക്കിയ ജീവിതക്രമത്തോട് വളരെയധികം ആഭിമുഖ്യമുണ്ടാവുകയും ചെയ്യും. ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് മൂലം ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ധാരാളം ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. ജോലി ലഭിക്കുകയും അതുവഴി നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. പഠന കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അന്യദേശവാസത്തിനുള്ള സമയം വന്നു ചേരും. കലാകാരന്മാർക്ക് അനുകൂലമായ വളരെയധികം മാറ്റങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നടത്തുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. ധനപരമായി ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അനുകൂലമായ സമയം കൂടിയാണ് ഇത്. ബിസിനസ്സിലും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ തുറന്നു കിട്ടും. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സ്വയം നവീകരിക്കുവാനും പുതിയ സാങ്കേതിക ജ്ഞാനം കൈക്കൊള്ളുവാനും മുന്നോട്ട് വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടതും നൂതനവുമായ വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അവസരം സിദ്ധിക്കുന്നതാണ്. അന്യദേശവാസത്തിനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല.
പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകളിൽ നിന്നും ഭേദപ്പെട്ട ആദായം നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രസംഗം, സംഗീതം, ചലച്ചിത്രം, സുകുമാര കലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്വാധീനശക്തി ഉയർന്നേക്കും. സുഹൃത്തുക്കളുടെ ഉന്നമനത്തിനായി ചില നിർദ്ദേശങ്ങൾ നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ രംഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ബിസിനസ്സിലും വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുവാൻ കാരണമാകും. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ മൗഢ്യം അവസാനിക്കുന്നത് വഴി വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുന്നത്. പല കോണുകളിൽ നിന്നും അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംതൃപ്തിയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരും. കർമ്മരംഗത്തെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ധനയോഗം നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. അല്പം ശ്രദ്ധിച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ ഒരു ചാകര തന്നെയായിരിക്കും വന്നെത്തുവാൻ പോകുന്നത്. 55 വയസ്സുവരെ നിങ്ങളിൽ രാജയോഗം നിലനിൽക്കുകയും ചെയ്യും. ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു സമയമല്ല. നക്ഷത്രനാഥനായ വ്യാഴത്തിന് മാസാരംഭത്തിൽ മൗഢ്യം തീരുന്നത് ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമൊരുക്കുന്നതാണ്. സാമൂഹികമായി അംഗീകാരം ലഭിക്കുന്നതാണ്. സാങ്കേതിക പഠനത്തിന് തുടർച്ച കൈവരും. കലാകാരന്മാരായ ആളുകൾക്ക് സർഗപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്ന നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റത്തിന് കാലതാമസം വന്നു ചേരും. സ്വകാര്യ കമ്പനികളിൽ ജോലി തേടുന്ന ആളുകൾക്ക് അവസരം സിദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്ക് ധാരാളം യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്യും. ന്യായമായ രീതിയിലുള്ള ധനാഗമ മാർഗം വന്നു ചേരും. എന്നാൽ ചെലവിൽ നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ നേരം മുഴുകുവാനും ഇടവരുന്നതാണ്. പുണർദം നക്ഷത്രക്കാർ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് മൂലം ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരും. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ സാധിക്കും. ജോലിയിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ്. ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ലോൺ ലഭിക്കുകയും ചിട്ടി സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി മാറുകയും ചെയ്യും. ജ്യോതിഷപ്രകാരം 20 വയസ്സിനപ്പുറം ഇവരിൽ നല്ല കാലം ആരംഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിരോധിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുവാനും അവ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും. ജോലിയില്ലാത്തവർക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മത്സരങ്ങളിൽ വിജയം നേടുവാനും സാധിക്കും. പ്രമോഷന് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരുടെ ജനകീയ അടിത്തറ ഉയരുന്നതായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ആദായം വന്നു ചേരുന്നതാണ്. പ്രണയ സാഫല്യത്തിനും സാധ്യതയുണ്ട്. വിദേശത്തു നിന്നും പാരിതോഷികം ലഭിക്കാം. ജൂൺ 2ാം പകുതി മുതൽ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നെത്തുന്നതാണ്. വരവും ചെലവും തുല്യമാകുവാൻ ഇടയുണ്ട്. ആകസ്മികമായ യാത്രകൾ വേണ്ടി വന്നേക്കാം. ആരോഗ്യപരമായി കൂടുതൽ കരുതൽ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി മാറും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ്. മുൻപ് ശ്രമിച്ച് പരാജയപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ വൻ വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം നിങ്ങളെ തേടി പല വിധത്തിലുള്ള പദവികൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കും. യാതൊരു തരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടാവില്ല. വിവാഹത്തിൽ അനുകൂലമായ സമയമാണ്.
ബിസിനസ്സുമായും തൊഴിൽപരമായും ധനപരമായും വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. കടങ്ങൾ എല്ലാം തന്നെ വീട്ടുന്നതിന് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ സാധിക്കുന്നതാണ്. മുൻപ് പലവട്ടം ശ്രമിച്ചിട്ടും ലക്ഷ്യം കാണാത്ത കാര്യങ്ങളെല്ലാം തന്നെ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയ വിജയം വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായ പദവികൾ കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വളരെയധികം സംതൃപ്തി വന്നു ചേരും. കുടുംബജീവിതം സുഖകരവും സമാധാനപരമായും പുലരുന്നതാണ്. ബന്ധുക്കൾ പിണക്കം മറന്ന് നിങ്ങളെ തേടിയെത്തും. മകളുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനം ഉണ്ടാവുന്നതാണ്. ഗവേഷണം പൂർത്തിയാക്കി പ്രബന്ധ സമർപ്പണത്തിന് അവസരം കൈവരും. സാഹിത്യകാരന്മാർക്ക് ആസ്വാദകരുടെ പ്രീതി ലഭിക്കുന്നതായിരിക്കും. ജൂൺ മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം ചില കഷ്ടനഷ്ടങ്ങൾ വന്നുചേരും. കടബാധ്യതകൾ ഭാഗികമായെങ്കിലും പരിഹരിക്കേണ്ടതായി വരുന്ന ഒരു സമയമാണ്. ആരോഗ്യ പരിശോധനകൾ മുടക്കരുത്. വ്യാഴാഴ്ച ദിനത്തിൽ മഹാവിഷ്ണുവിനെയും പരമശിവനെയും ആരാധിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം നല്ല അവസരങ്ങളും ഭാഗ്യവും വന്നു ചേരുവാൻ തുണയ്ക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാസം അനുകൂലമായ പല നേട്ടങ്ങളും വന്നു ചേരും. 10-11 ഭാവത്തിൽ ശുക്രനും ബുധനും സഞ്ചരിക്കുന്നതിനാൽ രാജയോഗം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്തെ നേട്ടങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലാവും. പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങൾ സ്വപ്നം കണ്ട ജോലി നിങ്ങൾക്ക് ലഭിക്കും. ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കും. കുടുംബത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെയും അതുപോലെ തന്നെ തർക്കങ്ങളും ഇല്ലാതാകുകയും ചെയ്യും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷത്തിൻ്റെതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും അത്ഭുതം പോലെ നടന്നു കിട്ടുന്നതാണ്. പ്രായമാവുന്നതോടെ ജീവിതത്തിൽ രാജയോഗം ആരംഭിക്കുന്നു എന്നതാണ് സത്യം. നിങ്ങളുടെ ബിസിനസ്സിൽ നവീനമായ രീതികൾ അവലംബിക്കുവാൻ കഴിയും. വ്യവഹാരങ്ങൾ തീർപ്പാക്കുവാനിടയുണ്ട്. ദൂര ദിക്കുകളിൽ കഴിയുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് മടങ്ങി വരുവാൻ സാഹചര്യം വന്നു ചേരും. പൈതൃക ധനം ഉപയോഗിച്ച് പുതിയ വീടോ വസ്തുവോ വാങ്ങുവാനുള്ള ആലോചന പുരോഗമിക്കുന്നതാണ്. സംഘടനാ പ്രവർത്തനത്തിന് നേരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പലപ്പോഴും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം ഈ സമയത്ത് ഇല്ലാതാകും. നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും ചെയ്യും. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അനുകൂലകരമായിരിക്കും. ലോണുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യം വന്നുചേരും. നിങ്ങളുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാൻ കഴിയും. ആശയക്കുഴപ്പം കുറയുകയും കർമ്മഗുണം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള ചെറിയ സാധ്യതയുണ്ട്. വ്യാഴത്തിന്റെ 7ലെ സ്ഥിതി പ്രവർത്തനങ്ങൾ സുഗമമാക്കുകയും പൂർത്തീകരിക്കുവാനും സാധ്യമാക്കുകയും ചെയ്യും. അധ്വാനത്തിന് അംഗീകാരമുണ്ടാകും. ബിസിനസ് യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നതാണ്. കാര്യാലോചനകളിൽ അഭിപ്രായങ്ങൾ സ്വീകാര്യമായേക്കും. അവിവാഹിതരായ ആളുകൾക്ക് ദാമ്പത്യ പ്രവേശനത്തിന് വഴിയൊരുങ്ങുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക പരാധീനതകൾക്ക് അയവുണ്ടാകുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും വന്നുചേരും. ആരോഗ്യകാര്യത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെ അകറ്റുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.